ജയ് ഗണേഷ്. അങ്ങനെ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ചിത്രത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. അത് മലയാളത്തിൻ്റെ ഒരു സെക്കൻഡ്. അതെ, ആടുജീവിതത്തിന് ശേഷം ഇനി അടുത്ത മലയാളത്തിൻ്റെ ഹിറ്റ് ആകുമ്പോൾ നോക്കാം. സ്കെച്ച് പുള്ളിക്ക് കാലിന് പ്രശ്നം. അതെ, ഓ അതെ, കോമിക് കോമിക്സ് ഡിസൈൻ. ചോമോള് ഇത് അന്ന് ഇങ്ങനൊരു സീൻ വീട് അപ്പൊ അതിനു വേണ്ടി എടുത്തതാണ്. അതന്നെ അതെ. പേര് എന്തോ ഒരു മിസ്റ്ററികളുണ്ട്, എന്തോ ഒരു ഉൾക്കഥകളുണ്ട്. വനിതാ തിയേറ്റർ. ഓ, അവിടെ ഒരു ജയ് ഗണേഷ്. പക്ഷേ ഏപ്രിൽ 11 വെള്ളത്തിൽ കിടക്കുന്നതായിട്ടല്ലേ കാണിച്ചേക്കുന്നത്. അതെ, കാല് വയ്യല്ലോ പുള്ളിക്ക്. വയ്യ. പക്ഷെ ഇത് എങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എലമെന്റ്, അങ്ങനെ ഒരു എലമെന്റ് ഒന്നും ഇതുവരെ കാണിച്ചില്ലല്ലേ. എനിക്ക് തോന്നുന്നു അതുണ്ടാവും. സൂപ്പർ ഹീറോ പടമായിട്ട് തന്നെയാണ് അവർ ലേബൽ ചെയ്തിരിക്കുന്നത്. ഇത് രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ജയസൂര്യ വിട്ടിട്ട് വേറെ സ്റ്റാർ അവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉണ്ണിമുകുന്ദൻ അദ്ദേഹം കൂടെ ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൂപ്പർ ഹീറോ പടം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. പാൻ ഇന്ത്യൻ പടം ആണോന്നോ ഇതിൻ്റെ മാർക്കറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ. അതെ, ഇപ്പോൾ ഒരുപാട് പേര് പല കാര്യങ്ങൾ പറയാറുണ്ട്, ഇതൊരു ഭക്തിയെ ഇവരങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല. ഈ സിനിമ അതിനെപ്പറ്റി മുഴുവൻ അറിയാത്തവർ പറയുന്നതാണ്. അങ്ങനെ ആയിരിക്കില്ല. ഭക്തിയുടെ ഒരു എലമെന്റ് ഉണ്ടാവും. പക്ഷേ സൂപ്പർ ഹീറോ പടം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സൂപ്പർ ഹീറോ എലമെന്റ് ഒന്നും. പക്ഷെ ഈ പടം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ മാവീരൻ. അതെ അതെ, പക്ഷെ അവനൊരു കോമിക് ബുക്ക് സ്കെച്ച് ചെയ്യുന്ന സെയിം ആളാണ്, ഡിസൈനർ എന്തോ അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് ആക്ച്വലി സൂപ്പർ ഹീറോ പവേഴ്സ് അതിന്റെ ട്രെയിലറിലൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം തന്നെ ആയിരിക്കും ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കുറച്ച് ലെങ്തിയാണ്, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചതുപോലെ നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ പടത്തിനൊരു വെയിറ്റ് ചെയ്യാൻ ഓഫ് കോഴ്സ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെ, പിന്നെ ഇതിന് നല്ലൊരു പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന്റെ അതിന് മാളികപ്പുറമൊക്കെ ഉദാഹരണമാണ്. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആക്ടറിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു മൈൽ സ്റ്റോൺ പടമാകട്ടെ. അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിനകത്ത് അഭിനയ സാധ്യതയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം സൂപ്പറാകും. ചില സിനിമകൾ, ചില ക്യാരക്ടേഴ്സ് പുള്ളിക്ക്, എനിക്ക് മാളികപ്പുറം പേഴ്സണലി തോന്നിയപ്പോൾ ആ ക്യാരക്ടർ പുള്ളിക്ക് വേണ്ടിയിട്ട് ഉണ്ടായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് പെർഫെക്റ്റ്, ആ ഒരു കാസ്റ്റ് കറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം ഇത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് ഉണ്ണിമുകുന്ദന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ഏതായാലും നമുക്ക് ഈ പടത്തിൻ്റെ പടം വരാൻ വേണ്ടി കാത്തിരിക്കാം. ഏപ്രിൽ 11 പടം. അപ്പോൾ നമുക്കത് കാത്തിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.